ഇതേതാ സ്ഥലം? തേനൂർക്കുന്ന. ഒരാളിറങ്ങാനുണ്ട്. ഇതെന്താ ബസ് കിടന്നുറങ്ങാനാ കയറുന്നത്? അല്ലാതെ ബസ്സിൽ കുളിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ നിങ്ങളോട് പലതവണ പറഞ്ഞല്ലേ സ്ഥലം എത്തുമ്പോ പറയണമെന്ന്. ഇങ്ങനെ ഒരു അന്യദേശക്കാരോട് പെരുമാറുന്നത് മോനെ. മോനോ? അതെ, ഞാൻ 2 കുട്ടികൾ തന്തേ. എന്നെ തരം താഴി സംസാരിക്കുന്നത് മനസ്സിലായോ? ഇറങ്ങ മാഷേ. ഞാൻ മാഷല്ല, ഞാൻ ബാങ്കിൽ ജോലിയുള്ള ഒരാളാ. ബാങ്കിൽ. അതെ, ഈ തെക്കേപ്പാടത്ത് ശ്രീദേവി അമ്മയുടെ വീട് ഏതാണ്? നേരെ പോയി വലത്തോട്ട് തിരിഞ്ഞ് ആദ്യം കാണുന്ന വീട്. താങ്ക്സ്. എന്റെ ഈശ്വരാ, ഇതിനെ കൊണ്ട് ഞാൻ തോറ്റു. ഒന്ന് കണ്ണു തെറ്റി അപ്പം ചെല്ലും. ഈ മാവിന്റെ കടിച്ചു പറിക്കാൻ വാ. ഇവിടെ വരാനാ പറഞ്ഞേ. അതെ, തെക്കേപ്പാടത്ത് ശ്രീദേവി അമ്മ. അച്ഛനെന്താ ഒട്ടുമാവും മുല്ലവല്ലിയൊക്കെ ആയിട്ട് മൂകാംബിയിൽ എന്താ വല്ല കൃഷി തുടങ്ങാൻ പരിപാടിയുണ്ടോ? ഇതാ അച്യുതനാ. അവൻ കാണുമ്പോഴൊക്കെ ചോദിക്കും, ഞാൻ മറക്കും. ഞാൻ അത്താണിപ്പറമ്പിൽ ബാലേന്ദ്രൻ. തെറ്റായി പോയെങ്കിൽ ക്ഷമിക്കണം. ഞാനും എന്റെ മക്കളും ആരെയും ശല്യപ്പെടുത്താൻ വരില്ല. ഈശ്വരനെ വിചാരിച്ച് ഞങ്ങളെ ഉപദ്രവിക്കാൻ വന്നതല്ല. തെറ്റും ശരിയും കണക്കുകൂട്ടി ശിക്ഷ വിധിക്കാനും വന്നതല്ല. കണ്ണടയുന്നതിന് മുമ്പ് അച്ഛൻ പറഞ്ഞ് ഏൽപ്പിച്ചിരുന്നു. എന്താ ഇയാളുടെ പേര്? അംബിക. ഇയാളുടെ? രേവതി. വാ ചോദിക്കട്ടെ. എന്തിനു പഠിക്കാ? എൻട്രൻസ് എക്സാം കഴിഞ്ഞ് നിക്ക. ഞാൻ ആരാണെന്ന് മനസ്സിലായോ? വല്യേട്ടൻ. ബാലേട്ടൻ. ഇനി ബാലേട്ടനുണ്ടാവും. എന്താ മോനെ കരയേ? എന്ത് പറ്റി എന്റെ കുട്ടിക്ക്? സഹിക്കാൻ പറ്റാഞ്ഞിട്ടാ, പറയരുതെന്ന് പറഞ്ഞിട്ടാ പോയത്. പക്ഷെ അമ്മയോടത് പറയാതിരുന്ന അമ്മേ, നമ്മുടെ അച്ഛന് നമ്മളെ കൂടാതെ മറ്റൊരു കുടുംബമുണ്ട്. എന്താടാ നീ പറഞ്ഞത്? മരിച്ചുപോയ അച്ഛനെ കുറിച്ച് എന്ത് തോന്നിയാ നീ പറഞ്ഞത്? സത്യമാണ് അമ്മ. ഈ അമ്മയാണ് സത്യം. ഞാനവിടെ പോയിരുന്നു, അവരെ കണ്ടിരുന്നു. പാവങ്ങളാ, ആരുമില്ലാത്തവരാ. അച്ഛനോട് പൊറുക്കണം. അച്ഛന് വേണ്ടി ഞാൻ. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. ഈ നിമിഷം വരെ ദൈവത്തെ പോലെ എന്റെ മനസ്സിൽ വെച്ച് ആരാധിച്ച എന്നോട് നിങ്ങൾ വേണ്ട, ഇനി അങ്ങനെ വിളിക്കരുത്. ഞാൻ നിങ്ങളുടെ അമ്മയല്ല. ഞാൻ ചൂടായല്ലേ പറ്റൂ. ഞാനാണ് ഈ സ്ഥാപനത്തിന്റെ മേലധികാരി. ഇത് എന്റെ ചുമതലയാണ്. ഇറ്റ്സ് മൈ ഡ്യൂട്ടി. ഇത് കാർഷിക ലോൺ രൂപ 10,000. 1.5 വർഷത്തിനിടയ്ക്ക് ഒരടവ് പോലും അടച്ചിട്ടില്ല. 1000 പലിശ 4000. ഇതില് 2 സാക്ഷികളുണ്ട്. അതിൽ ഒരു സാക്ഷി നീയാണ്. ഇത് വെഹിക്കിൾ ലോൺ. ജാമ്പവാൻ കാലത്ത് ഏതോ ഒരു ലൊടക്ക് വണ്ടി കാണിച്ചിട്ട് ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നും പറഞ്ഞ് എന്നെ സ്വാധീനിച്ച് രൂപ 50,000 എടുത്ത് 5 ദരിദ്ര കുടുംബങ്ങൾക്ക് കക്കൂസ് കെട്ടിക്കൊടുത്ത വകയിലുള്ളത്. ഇത് രണ്ടിന്റെ നല്ല ഗുരുതരമാണ്. ഐ മീൻ ജപ്തി ജപ്തി ജപ്തി. പണ്ടാരോടൊക്കെ എന്തൊരു ചൊറിച്ചില്ല. ഈ ജപ്തി 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 എന്ന് പറഞ്ഞ് എന്നെ മാത്രം അങ്ങ് പേടിപ്പിക്കാതെ. പിന്നെ ഈ ലോണൊക്കെ നിങ്ങളുടെ ഉത്തരവാദിത്വത്തിലാണല്ലോ സാങ്ഷൻ ആക്കി കൊടുത്തത്. അപ്പൊ ഇതിന്റെ പേരിൽ എനിക്ക് എന്തൊക്കെ കുഴപ്പം ഉണ്ടാവുന്നോ അതുപോലെ നിങ്ങൾക്ക് കുഴപ്പമുണ്ടാവും. ഐ മീൻ ജപ്തി ജപ്തി ജപ്തി. എന്റെ എല്ലാ അവസ്ഥകളും അറിയുന്ന പിഷാരടി ചേട്ടൻ ഇങ്ങനെ പറയരുത്. ഈ പലിശ അടച്ച്
എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. ഉണ്ടല്ലോ, പക്ഷെ അതിന് പലിശ മാത്രം പോരാ, പണം തന്നെ വേണം. നിന്റെ ഇല്ലാത്തൊരു സാധനം അതാണല്ലോ. ഉണ്ടാക്കണം, ഉം. ഉണ്ടാക്കിയല്ലേ പറ്റൂ. എങ്കിപ്പോ ഉണ്ടാക്ക്. ഒരു 25,000 ഉണ്ടായിക്കൊണ്ട് ഒരു വർഷത്തേക്ക് ഞാൻ എക്സ്റ്റെൻഡ് ചെയ്ത് തരാം. അല്ല, ഈ ഗ്യാസ് ലോൺ ഞാനാണെങ്കിൽ ആ ലോൺ എടുത്തിട്ടുമില്ല. അപ്പൊ ആ കാശ് എടുത്ത് ഈ പലിശയിലോട്ട് മറിച്ചാൽ എങ്ങനെ ഉണ്ട്? മറിക്ക് എത്രേ ലോൺ എടുത്ത് ഗ്യാസ് ആക്കിയത് പോരാഞ്ഞിട്ടാണോ പുതിയൊരു ഗ്യാസ് ലോൺ? ഒരു ലോൺ എടുത്ത് മറ്റൊരു ലോൺ അടയ്ക്ക. നീയാണ് യഥാർത്ഥ ഗണിത ശാസ്ത്രജ്ഞൻ. ചുമ്മായിരുന്നു നാക്കുന്നിട്ട് നേരം കളയാതെ പോയി 25,000 രൂപ പോക്കറ്റ് അടിച്ചിങ്ങനെ ഉണ്ടായിക്കൊണ്ട്. അതല്ല ഈ പോക്ക് ഇങ്ങനെ തുടരാനാണ് പരിപാടിയെങ്കിൽ അത്താണിപ്പറമ്പിൽ ബാലേന്ദ്ര നിന്റെ കാര്യം പോക്ക. അല്ല, ഐ മീൻ ജപ്തി ജപ്തി ജപ്തി. ഗഫൂരെ 2 ഡബിൾ സ്ട്രോങ് ചായ. ഭൂട്ടാൻ ശ്രീദീപം 10 lakhs. ഈ ജനസേവകരായുള്ള കുഴപ്പമായത്. ഗാന്ധിജീന്റെ അവസ്ഥ എന്തായിരുന്നു? നിങ്ങളെക്കാൾ മോശമായിരുന്നു. ജീവിതകാലം മുഴുവൻ കുറ്റിന്ത്യ കുറ്റിന്ത്യ എന്ന് പറഞ്ഞ് നടന്നിട്ട് അവസാനം എന്ത് കിട്ടി? ബ്രിട്ടീഷ് പട്ടാളത്തിന്റെ വെടികൊണ്ട് മരിക്കേണ്ടി വന്നില്ലേ? ബ്രിട്ടീഷ് പട്ടാളത്തിന്റെ അല്ല, ഒരു ഇന്ത്യക്കാരന്റെ വെടികൊണ്ട് അങ്ങേര് മരിച്ചു. അങ്ങനെയല്ലല്ലോ ഞാൻ കേട്ടത്. എന്നാ അങ്ങനെയാണ്. ഗതികെട്ട നേരത്താണ് ഇന്ത്യ ചരിത്രം. ചായ പേടിപ്പിക്കാറോ? സോറി. എന്റെ ബലമായ സംശയം പിഷാരടി ചേട്ടൻ ബാലേട്ടിന് ആസിട്ട് വെട്ടിയതാണെന്നാ. അന്ന് സുകുമാരൻ 50,000 രൂപ വാങ്ങിച്ചു കൊടുത്തപ്പോ എന്തായിരുന്നു കരാറ്? നാടൻ നടത്തി കൊടുക്കാന്നായിരുന്നില്ലേ? അത് ചീറ്റിപ്പോയില്ലേ? അതിന്റെ പ്രതികാരമാണ് ഈ ജപ്തി ജപ്തി ജപ്തി. എന്ത് പണ്ടാരമായാലും 25,000 രൂപ വേണം. എടാ, ഒരാളെ പറഞ്ഞാടാ, ഞാൻ പോയി മുട്ടിക്കോളാം. 1-2 കക്ഷികൾ എന്റെ കയ്യിലുണ്ട്. പക്ഷെ അവരൊക്കെ റേഞ്ചിലുണ്ടോ എന്നാണ് സംശയം. ആ മൊബൈൽ ഒന്ന് ഞാൻ വിളിച്ചോക്കട്ടെ. ആരെ? ആ ഒന്ന് ബിർള, മറ്റേ ആ, വേറൊരാളും കൂടെ ഉണ്ട്, ബാറ്റ. ആകെ കുഴഞ്ഞിരിക്കുമ്പോഴാ അവന്റെ തമാശ. ബാലേട്ട സമാധാനായിട്ട് ചായ കുടിക്ക്, ഞാൻ വഴി ഉണ്ടാക്കാം. പോക്കറ്റ് അടിച്ചാണെങ്കിൽ 50,000 കൊണ്ടുവരണമെന്നല്ല അതിൽ പറഞ്ഞത്. അതെ അതെ അതെ. എങ്കിൽ നമുക്ക് ആ വഴിക്ക് നീങ്ങിയാലോ? പോക്കറ്റ് അടിക്കാനാ? അല്ല, പോക്കറ്റ് തരം കാണിക്കാൻ. പക്ഷെ ഒരു ഫുള്ളിനുള്ള കാശ് വേണ്ടി വരും. ഫുള്ളോ? അതെ, ജപ്തിയെ നമ്മൾ ഫുള്ള് കൊണ്ട് നേരിടുന്നു. ആശിച്ചിടായിക നീ ഒന്നും സോദരാ അന്യന്റെ ഖജനാവ് കണ്ട്. മോഹിച്ചിടായിക നീ ഒന്നും സോദരാ മോഹന സ്വപ്നങ്ങൾ കണ്ട്. ദ റെവല്യൂഷൻ എന്ന എന്റെ സ്വന്തം കവിതയിലെ അവസാനത്തെ വരികളാണ്. എന്തിനാണാവോ ഇപ്പൊ ഇവിടെ ചൊല്ലിയത്? കുറച്ചു നേരത്തെ നീ എന്നോട് 25,000 രൂപ ചോദിച്ചില്ലയോ? അതിനുള്ള മറുപടിയായിരുന്നു 25,000 ഉലുവ. ഒരു ചില്ലിക്കാശി പിശാരത് കിട്ടുമെന്ന് ഒരു തെണ്ടി നിയമം. പിഷാരടി ചേട്ടൻ അങ്ങനെ പറയരുത്. എന്നെ തിരുത്തവടാ, ഒരു ചെട്ടി നിയമിക്കണ്ട. ഓ, എന്തൊരു ചൊറിച്ചിൽ. അത് സ്വർണത്തിന്റെ അലർജി ആയിരിക്കും. സ്വർണ്ണ അലർജി ഇല്ലാത്ത ഒരു ലോഹപാട്. എന്തുവാടാ അല്ല, അതറിയാതെ കൈ സ്ലിപ്പ് ആയതാ. ഈ ഏറിയലുള്ള കളി വേണ്ട. കഴുത്തുപിടി. ആരും തലമറന്ന് ഒരെണ്ണയും തേക്കരുത്, സ്ലിപ്പാവും. 25,000 രൂപ ഞാൻ പിഷാരടി ചേട്ടനോട് ചോദിച്ചത് എന്തിനാണെന്ന് അറിയാമോ? എന്റെ സുഹൃത്തിന്റെ അമ്മയുടെ കിഡ്നി മാറ്റി വെക്കാനാ. 25,000 രൂപയ്ക്ക് കിഡ്നിയോ? പ്ലാസ്റ്റർ ഓഫ് പാരീസിന്റെ കിഡ്നിയാണോ തലക്കിട്ട് കയറ്റാൻ പോണത്? സെക്കൻഡ് ഹാൻഡാ? അങ്ങനെ വരട്ടെ. അതൊന്നും അല്ലല്ലോ അവന്റെ നമ്പറാ. അവന്റെ ഇരിപ്പുണ്ട് അറിയാമല്ലേ? ജപ്തി ജപ്തി ജപ്തി. കുറെ നേരമായിട്ട് ഞാൻ സഹിക്കുന്നു. ഇനി എനിക്കിട്ട് ഊതാൻ വന്നാ ഞാൻ മാനേജാണെന്നൊന്നും നോക്കൂല. നീ എന്ത് ചെയ്യൂടാ? കോപ്പിൽ അക്കൗണ്ടന്റ് ആയിക്കളയോ? നീ വേടാ വേടാ. കള്ളം പുറത്ത് കയറി ഇയാൾ ത്രില്ലടിക്കുന്ന ആളാണ്. നീ എന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്ത. എന്റെ പൊന്നു ബാലേട്ടാ, നിങ്ങൾ ഇങ്ങനെ ത്രില്ലടിക്കല്ലേ? അവിടെ ഇരുന്ന് ഒരു 5 മിനിറ്റ് ഞാൻ ശരിയാക്കി തരാം. എന്റെ പൊന്നു പിഷാരടി ചേട്ടാ, നമ്മളൊക്കെ ഒരു സഹകരണ ബാങ്ക് പോലെ ഒത്തൊരുമയോടെ കഴിയേണ്ട ആൾക്കാരല്ലേ? ഇടമണയുള്ള അല്ല, അവിടെ ഇരുന്നേ. അവിടെ ഇരിക്കാൻ. എന്നിട്ട് ചട്ടം ഊരേ. എന്തിന്? എനിക്ക് ഈ പുറം മസാജ് ചെയ്യണം. 10-15 ദിവസമായിട്ട് പുറം മസാജ് ചെയ്തിട്ട്. ചട്ടം ഊരി, ഊരി, ഊരി. ആത്മാർത്ഥ ചോദിക്കാനും പറയാൻ ആരില്ലെന്ന് കരുതി മസാജ് ചെയ്യാതെ തോന്നി ജീവിക്കുക. അടുത്തൊക്കെ അങ്ങോട്ട് കറുത്തു. നീ വെളുപ്പീട പോനെ വെളുപ്പീ. ആ, പോരട്ടെ. ഇരിക്കോ. നല്ല സ്മൂത്ത് ആയിട്ട്. നീ എന്റെ ഷർട്ട് ഊരിയതാണോ അതെന്റെ മൊത്തത്തിൽ ഊരിയതാണോ? അത് ഈ ഊരലിന്റെ ഒരു ആവേശത്തിൽ നീ ഒരു അക്ഷരം മിണ്ടരുത്. നിന്നെ പല ജപ്തി എന്ന് ഊരിയവനാണ് ഞാൻ. പക്ഷെ ഈ ഒരു ജപ്തി നടത്തി ഇറങ്ങൂ, ഇല്ലെങ്കിൽ നീ എന്നെ ജപ്തി ജപ്തി എന്ന് വിളിച്ചു കേരളാക്കിന്റെ കേരള കൊണ്ട്. എടാ, കണ്ണി ചോരയില്ലാത്ത തെണ്ടി, നീ അയാളുടെ മാല അടിച്ചു മാറ്റിയല്ലേ? അടിച്ചു മാറ്റിയതല്ലോ, ഒരു ക്രയവിക്രയം നടത്തുകയല്ലേ. ഒറിജിനൽ ഞാൻ എടുത്തു, ഡ്യൂപ്ലിക്കേറ്റ് ഇട്ട് കൊടുക്കുന്നു. മര്യാദക്ക് തിരിച്ചു കൊടുക്കുക, ഇല്ലെങ്കിൽ ഞാൻ ഇപ്പൊ പറഞ്ഞു. ചതിക്കരുത്. 5,000-10,000 കിടക്കിടക്ക് ബാലറ്റ് വന്ന് എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ എവിടെ നിന്ന് തന്നെ വിചാരിച്ചത്? ഇങ്ങനെയൊക്കെ തന്നെ. ഇത് കണ്ടോ, ഈ കാണുന്ന സകല ഓർണമെന്റ്സ് ഞാൻ ഇട്ട് കൊടുത്ത ഡ്യൂപ്ലിക്കേറ്റാ. വെറുതെ ആണോ ചൊറിയുന്നത്? ദ്രോഹി. എന്തോന്ന് ദ്രോഹി? 25,000 രൂപ പോക്കറ്റ് അടിച്ചാണെങ്കിൽ കൊണ്ടുവരണമെന്ന് ഈ മഹാകവി ബാലറ്റോട് പറഞ്ഞില്ലേ? അപ്പൊ അതിലൊരു തെറ്റില്ല. ഇല്ലേ? എന്റെ അമ്മച്ചാണ് തെറ്റില്ല. ഇനി എന്റെ കളിയാ. ഇങ്ങത്താ, ഞാൻ കളിച്ചതിന് തരാം.